ഓക്കേ, നമുക്കൊരു ഭാഷയുടെ കഥയിലേക്ക് കടക്കാം. അതെ, മലയാളത്തിന്റെ കഥ. ഓരോ ഭാഷയുടെ കഥയും വേറിട്ടതാണ്. അത് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കണ്ണാടി പോലെ. പക്ഷെ ചില കഥകളുണ്ടല്ലോ, ഒരു രഹസ്യത്തിൽ നിന്നാ തുടങ്ങുന്നത്. ഇത് അങ്ങനത്തൊരു കഥയാണ്. അപ്പൊ എങ്ങനെയായി ഭാഷ നമ്മുടെ മലബാർ തീരത്ത് സ്വന്തമായൊരു ശബ്ദം കണ്ടെത്തിയത്? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ഐതിഹ്യത്തിൽ നിന്നാണ്, പരശുരാമന്റെ മണ്ണിൽ നിന്ന്. ഈ നാട്ടില് അതിന്റെ പേര് പോലെ തന്നെ ഒരു പുതിയ ഭാഷയും ജനിക്കുകയായിരുന്നു. ഈ ചോദ്യമാണ് പണ്ഡിതർക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്ക് തീ കൊളുത്തിയത്. ചിലർ പറഞ്ഞു ഇത് തമിഴിന്റെ മകളാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു അല്ല, ഒരു സഹോദരിയാണെന്ന്. ഒരു കുടുംബത്തിലെ പോലെ വേറെയും ചിലർ സ്വാധീനിച്ചു. ഓരോരുത്തരും അവരുടേതായ സംഭാവന നൽകി. എന്തായാലും ഈ ചർച്ചകൾക്കിടയിൽ മലയാളം സ്വന്തമായൊരു വ്യക്തിത്വം തേടുകയായിരുന്നു. സ്വന്തമായൊരു എഴുത്തുരീതിയിലേക്കുള്ള യാത്ര നൂറ്റാണ്ടുകൾ നീണ്ടു, പല ലിപികൾ മാറിമറിഞ്ഞു വന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മണിപ്രവാളം എന്ന കിടിലൻ സാഹിത്യശൈലിയുണ്ടായത്. ഭാഷ സ്വന്തം വഴി കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അതിനൊരു വഴികാട്ടി വേണമായിരുന്നു. ആ വഴികാട്ടിയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ, നമ്മുടെ മലയാളത്തിന്റെ പിതാവ്. അദ്ദേഹമാണ് നമ്മുടെ ലിപിക്ക് ഇന്നത്തെ രൂപം നൽകിയതും സാഹിത്യത്തെ സമ്പന്നമാക്കിയതും. അങ്ങനെ മലയാളം ഭരണത്തിന്റെയും കലയുടെയും നമ്മുടെ സ്വന്തം മലയാളി സ്വത്വത്തിന്റെയും ഭാഷയായി. ആ പഴയ യാത്ര ഇന്ന് 3.5 കോടിയിലധികം ആളുകളുടെ സ്വന്തം ഭാഷയായി മാറിയിരിക്കുന്നു. അപ്പോ ശരിക്കും ഒരു ഭാഷ വെറും വാക്കുകളല്ല, അതൊരു സംസ്കാരത്തിന്റെ ആത്മാവ് തന്നെയാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ ജന്മസ്ഥലം തിരൂർ, മലപ്പുറം. കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എഴുത്തച്ഛൻ. പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. എഴുത്തച്ഛൻ രചിച്ച കൃതികൾ: അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം.